കേസ് റൂട്ട് ഞാൻ കറക്റ്റ് സാധനം പറഞ്ഞുതരാം. പറഞ്ഞോ. സംഭവം ഈ കേസ് ഇപ്പൊ ഇവിടെ ഞാൻ ഇവിടെ ഫയൽ ചെയ്യും. ഇത് ഇവിടുന്ന് ജഡ്ജി നോക്കിയിട്ട് നേരെ ഇത് ജില്ലാ കോടതി പോകും. അവിടുത്തെ ജഡ്ജി ഇത് റെഫർ ചെയ്തിട്ട് അവിടുന്ന് നേരെ സുപ്രീം കോടതി പോകും. സുപ്രീം കോടതിയിൽ 7 അക്കം വക്കീലന്മാർ ഈ ചർച്ച ചെയ്യും, ഇതേ കുറിച്ച് പഠിക്കും. പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ വീണ്ടും വഹിച്ച് ഇവിടെ നമ്മളൊരു 15 അക്കം വക്കീലന്മാരെ നിർത്തിയിട്ട് ഒരു പ്രത്യേക ബെഞ്ചിലിരുന്ന് നമ്മൾ ഇതും കൂടി പഠിക്കും. എന്റെ ദൈവം പ്രാർത്ഥന കേട്ടു. നമുക്ക് ഇതൊക്കെയുള്ള ആഗ്രഹം. നമ്മളൊരു 5 രൂപ സോപ്പിട്ട് പതപ്പിച്ച് കുളിച്ചപ്പം കുറെ ആൾക്കാർക്ക് ജോലിയായല്ലോ. എനിക്ക് അത് മാത്രം. വേറെ നമ്മുടെ വർത്തമാനത്തിലോ അല്ല, അതിലല്ല കാര്യം. നമ്മുടെ മനസ്സുകൊണ്ട് അതേ ഉള്ളു പ്രാർത്ഥന. 10 പേര് ജീവിച്ച അത്രയായില്ലേ. അപ്പൊ ഇയാളാണോ എന്നെ സേഫ് ചെയ്യാൻ വന്നേക്കുന്നേ? ഈ കയറിപ്പോയെങ്കിൽ പോട്ട്. നിങ്ങളെ ഈ ഫാമിലി ഈ വീട്ടിനകത്ത് നിങ്ങൾ സേഫ് ആയിരിക്കും. നിങ്ങൾ ആരും വീട്ടിനകത്ത് കയറി ഒന്നും ചെയ്യൂല. ഞാൻ വെളിയിൽ കാവലിരിക്കും. 2 വാക്ക് ഞാൻ അവരടുത്ത് പറയും. എന്തോ പറയും? അവരാരും ഇവിടെ ഇല്ല, വീട് മാറി താമസം. അങ്ങനെ തലച്ചോറാണോ പൊതിച്ചോറാണോ? അങ്ങനെ ചോദിച്ചത് അല്ല, ആദ്യം ഈച്ചയിൽ എനിക്കൊരു ഡൗട്ടേ ഉള്ളൂ. ഇപ്പൊ അതങ്ങ് ക്ലിയർ.